നമസ്തേ. പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ് 2 മെത്തേഡ്സ് ആണ് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് 2 മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ ഓർ ടാബുലർ ഫോം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റോസ്റ്റർ ഓർ ടാബുലർ ഫോം ആണ്. അപ്പൊ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ മെത്തേഡാണ് റോസ്റ്റർ ഓർ ടാബുലർ ഫോം. ഇനി ഈ മെത്തേഡില് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സെറ്റിൽ ഏതൊക്കെ എലമെന്റ്സ് വരുന്നോ അവരെ എല്ലാം കോമ ഇട്ട് എഴുതി അതിനെ ഒരു ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്യും. ആ എൻക്ലോസ് ചെയ്യുന്ന ബ്രാക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെയാണ് എഴുതുന്നത്. ഇതാണ് ആ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇൻ ടാബുലർ ഓർ റോസ്റ്റർ ഫോം we write all the elements of the given set separated by commas and enclose them within braces. അതിൽ ഈ ഒരു braces ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്തിരുന്നോണം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്നു പറഞ്ഞാൽ ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു, അല്ലെ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ ഈ എന്നിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്താൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. So this is the set of natural numbers. So you can write n is equal to set 1, 2, 3, 4, etc. അങ്ങനെ etc പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പം കണ്ടോ, എലമെന്റ്സിനെ എല്ലാം കോമ ഇട്ട് എഴുതി എന്നിട്ട് അതിനെ ഈ ബ്രേസസിൽ എൻക്ലോസ് ചെയ്തു. അപ്പൊ ഇതാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. We write all the elements separated by commas and enclose them within braces. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യുവാണ്. If we consider the set of English vowels. ആരൊക്കെ ഇംഗ്ലീഷ് വവൽസ് എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു ആണ്, അല്ലെ? അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് എ ഇ ഐ ഒ യു. എല്ലാ എലമെന്റ്സും സെപ്പറേറ്റ് കോമ ഇട്ട് എഴുതി എന്നിട്ട് അതിനെ ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്തു, അല്ലെ? ഇങ്ങനെ എഴുതുന്നതിനെയാണ് റോസ്റ്റർ ഓർ ടാബുലർ ഫോം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. ഈ എലമെന്റ്സിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. അതായത് ഇപ്പൊ എ ഇ ഐ ഒ യു എന്ന് തന്നെ എഴുതണം എന്നില്ല. ഇപ്പൊ ആദ്യം ഈ എഴുതി ഇ എ ഐ ഒ യു എന്നെഴുതിയാലും ഐ ഇ ഒ എ യു എന്നെഴുതിയാലും എല്ലാ എലമെന്റ്സും അതിനകത്ത് വരണമെന്നേ ഉള്ളൂ. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ആ എലമെന്റ്സിനെ എഴുതാം. അപ്പൊ അതിനൊരു പ്രത്യേക സെന്റൻസ് പറയും. The order of the elements in roster form is immaterial എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിന്റെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനകത്ത് എഴുതാം. പ്രത്യേകിച്ച് ഓർഡർ ഒന്നും നോക്കാനില്ല എന്ന് മാത്രമേ അവിടെ മീനിങ് ഉള്ളൂ. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു കാര്യം കൂടെയുണ്ട്. സാധാരണയായിട്ട് റോസ്റ്റർ ഫോമില് ഒരു എലമെന്റ് റിപ്പീറ്റ് ചെയ്ത് എഴുതാറില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ സ്കൂൾ ഈ ഒരു വേർഡ് കൺസിഡർ ചെയ്തെന്ന് വിചാരിച്ചു. ആൻഡ് വി കൺസിഡർ ദി സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദിസ് വേർഡ്. ഈ സ്കൂളിനകത്തെ ലെറ്റേഴ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിലെ എലമെന്റ്സ് ഏതൊക്കെയായിരിക്കും? എസ്, സി, എച്ച്, 2 O ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു O കാണിച്ചാൽ മതി. പിന്നെ എൽ ഉണ്ട്, അല്ലെ? അപ്പൊ അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ എസ് സി എച്ച് ഒ എൽ. ഇവിടെ 2 O ഉണ്ടെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. സാധാരണയായിട്ട് റോസ്റ്റർ ഫോമിൽ എലമെന്റ് റിപ്പീറ്റ് ചെയ്യാറില്ല. ആ ഒരു കാര്യം കൂടെ ഓർത്തിരുന്നോണം കേട്ടോ. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോം ആണ്. Next one is set builder form.
സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സെറ്റ് ബിൽഡർ ഫോം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സെറ്റിനകത്തെ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ലെറ്റർ ഉപയോഗിക്കും. സ്മോൾ എക്സ് ഒരു ലെറ്റർ ഉപയോഗിക്കും. ഈ ലെറ്റർ കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു കോളൻ കൊടുക്കുന്നു. കോളൻ 2 കുത്ത് കോളൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ ഉടനെ ആ സെറ്റിനകത്ത് വരുന്ന എലമെന്റ്സിന് ഒരു പ്രത്യേക പ്രോപ്പർട്ടി കാണും. ആ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്താണോ അത് നമ്മൾ ഇവിടെയോട്ട് അങ്ങ് എഴുതണം. മനസ്സിലായോ? ആദ്യം നമ്മൾ സെറ്റിലെ എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ലെറ്റർ എക്സ് ഉപയോഗിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ കോളൻ. കോളൻ കഴിഞ്ഞാൽ ഉടനെ ആ സെറ്റിലെ എലമെന്റ്സിന് ഒരു പ്രോപ്പർട്ടി കാണും. ആ പ്രോപ്പർട്ടി അവിടെ എഴുതി വെക്കും. എന്നിട്ട് അത് മൊത്തം നമ്മൾ നേരത്തെ പോലെ ഒരു ബ്രാക്കറ്റിനകത്ത് എൻക്ലോസ് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം, in set builder form we represent the elements of the set by a letter x which is followed by a colon, and after the colon we write the characteristic property possessed by the elements of the set and enclose the whole thing within a bracket എന്ന് നമ്മൾ പറയും. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കണ്ടു നോക്കാം എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നു പറഞ്ഞാൽ എന്തായിരുന്നു? ദി സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു അല്ലെ? അപ്പൊ ഇതിനെ റോസ്റ്റർ ഫോമിലൊക്കെ നേരത്തെ എഴുതി. ഇനി സെറ്റ് ബിൽഡർ ഫോം ആണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? സോ n എങ്ങനെ എഴുതാം? ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, കോളന് നമ്മൾ പറയുന്നതാണ് സച്ച് ദാറ്റ്, എക്സ് സച്ച് ദാറ്റ്. ഈ എക്സിന്റെ പ്രത്യേകത എന്താ? ഈ സെറ്റിലെ എലമെന്റ്സ് എല്ലാം എന്നതാ? നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ? സോ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എഴുതിയത് കണ്ടോ? അപ്പൊ ഇതിന് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോ ആദ്യം ഒരു ലെറ്റർ എക്സ് ഉപയോഗിച്ചു, കോളൻ ഇട്ടു, പിന്നെ ആ എലമെന്റിന്റെ പ്രോപ്പർട്ടി, നമ്മുടെ എലമെന്റ്സ് എല്ലാം നാച്ചുറൽ നമ്പർ ആണ് സെറ്റിനകത്തെ എലമെന്റ്സ്. അപ്പൊ അത് അവിടെയോട്ട് എഴുതി. എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ഇംഗ്ലീഷ് വൗവൽസ് അല്ലെ? വൗവൽസ് എഴുതുവാണെങ്കിൽ ഇതുപോലെ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇങ്ങനെ എഴുതിയാൽ അതെങ്ങനെയായി? സെറ്റ് ബിൽഡർ ഫോമിലായിട്ടുണ്ട്. അപ്പൊ ഈ 2 മെത്തേഡാണ് നമുക്കുള്ളത്. ഒന്ന് റോസ്റ്റർ ഫോമും ഒന്ന് സെറ്റ് ബിൽഡർ ഫോമും. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നോക്കാം. 2 ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു. അത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് വർക്കൗട്ട് എക്സാമ്പിൾ ആണ്. എക്സാമ്പിൾ 1 ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. എക്സാമ്പിൾ 1 ആണ്. എക്സാമ്പിൾ 1 നമുക്കൊന്ന് നോക്കാം. റൈറ്റ് ദി സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ഇൻ റോസ്റ്റർ ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതാനാണ്. അപ്പൊ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് തന്നിരിക്കുന്നത് അല്ലെ? ഇതെങ്ങനെയാ ഇരിക്കുന്നത്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ് ഇരിക്കുന്നത് അല്ലെ? ഇവിടെ എയുടെ പ്ലേസിൽ ആരാ? 1. എ മീൻസ് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1. Now what about to B? Coefficient of x. Here coefficient of x is positive 1. Then C. What about the C? The constant. Here the constant is minus 2. Constant എടുക്കുമ്പോഴും അല്ലെങ്കിൽ കോഎഫിഷ്യൻസ് എടുത്ത് എഴുതുമ്പോഴും നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് അവിടെ ഇടാൻ മറന്നു പോയേക്കരുത്. മിക്ക കുട്ടികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഇപ്പൊ ഇവിടെ ബി, ഇവിടെ ഒരു മൈനസ് എക്സ് എന്നായിരുന്നെങ്കിൽ ബി എഴുതുമ്പോൾ ആ -1 എന്ന് അവിടെ കാണിക്കാൻ മറന്നു പോവല്ലോ കേട്ടോ.
അപ്പൊ ഇവിടെ സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് -2 ആണ്. അപ്പൊ ഇങ്ങോട്ട് എഴുതുമ്പോൾ -2 എന്ന് നമ്മൾ എഴുതി. അപ്പൊ ABC ഒക്കെ എഴുതി. ഇതിന്റെ സൊല്യൂഷൻ കാണാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ അല്ലെ. എന്താ ഫോർമുല? x is equal to -b plus or minus root of b square minus 4ac whole divided by 2b. So equal to minus b is 1 plus or minus root of b square, that is 1 square minus 4 into a into c divided by 2a. A is 1. So that is -1 plus or minus root of 1 square is 1, negative into negative positive, 4 into 1 into 2 becomes 8 divided by 2. Or that is -1 plus or minus root 9 divided by 2. And root 9 is 3. So -1 plus or minus 3 by 2. Now we can split it into two terms. -1 plus 3 by 2 and -1 minus 3 by 2. Now what is -1 plus 3 by 2? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് വലുതിന്റെ ചിഹ്നം കൊടുക്കണം അല്ലെ. അപ്പം 3ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്. സോ -1 plus 3 is 2. 2 by 2. രണ്ടും സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് അതേ സൈൻ കൊടുക്കണം. സോ -1 minus 3 എന്ന് പറഞ്ഞാൽ -4 by 2. Then 2 by 2 becomes 1 and -4 by 2 becomes -2. നെഗറ്റീവും പോസിറ്റീവും കൂടെ ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ് ആണ്. സോ -4 by 2 is -2. സോ ഇത് സൊല്യൂഷൻ എക്സിന്റെ വാല്യൂ എന്തൊക്കെയാ കിട്ടിയേക്കുന്നത്? 1 -2. അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കാണുക എന്നുള്ളതാണ്. എക്സിന്റെ വാല്യൂ കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ ഒക്കെ പഠിച്ചു. അത് ഉപയോഗിച്ച് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് 1ഉം അടുത്തത് -2. ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സൊല്യൂഷൻ സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതാൻ പറഞ്ഞാൽ ദി സൊല്യൂഷൻ സെറ്റ് ഈസ് 1 -2. ക്ലിയർ ആയോ? ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. ഇപ്പൊ ഇത് നമ്മൾ ഒരു ഫോർമുല ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചത് അല്ലെ. ഇനി അല്ലാതെ ഒരു മെത്തേഡും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത മെത്തേഡില് ഏത് രീതി വേണേലും നമുക്ക് ഉപയോഗിക്കാം. രണ്ടും ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇക്വേഷൻ ഒക്കെ ഈ ഫോമിലാണ് ABC ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഇതിനകത്തുനിന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് പറയും. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ AC ആണ്. A into C ആണ്. A into C എത്രയാ? 1 into -2 is equal to -2. Then sum is equal to this B. B ഇവിടെ എത്രയാ? 1 ആണ് അല്ലെ. അപ്പൊ പ്രൊഡക്റ്റ് -2ഉം സം 1. അങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എടുത്താൽ -2ഉം കിട്ടണം, സം എടുത്താൽ 1ഉം കിട്ടണം. അപ്പൊ പ്രൊഡക്റ്റ് -2 വരണം. 2 വരണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് എടുക്കാം? 1ഉം 2ഉം കൂടി എടുത്താൽ അതിന്റെ പ്രൊഡക്റ്റ് 2 ആകും. ഇനി അത് മൈനസ് വരണമെങ്കിൽ ഇതിൽ ഒരാള് മൈനസ് ആവണം അല്ലെ. അപ്പൊ ആരാ മൈനസ് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഈ സമ്മിലേക്ക് നോക്കാം. സം ഇവിടെ എത്രയാ? 1 ആണ്. പോസിറ്റീവ് 1 ആണ് അല്ലെ. അപ്പൊ ഞാനിവിടെ പോസിറ്റീവ് എന്നുള്ളത് വലിയ ആൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് പോസിറ്റീവ് ആയിട്ട് എടുത്തത്. ഇതിനെന്നാ കൊടുത്തു? മൈനസ് എന്നും കൊടുത്തു. അപ്പൊ സമ്മിന്റെ ചിഹ്നം ഇതിനും കൊടുത്തു. 1 എന്നുള്ളത് സമ്മിന് പോസിറ്റീവ് ആയിട്ട് തന്നെ കൊടുത്തു. സമ്മ് പോസിറ്റീവ് ആയതുകൊണ്ട് 2 പോസിറ്റീവ് ആയിട്ട് എടുത്തു.
പ്രൊഡക്റ്റ് മൈനസ് വരേണ്ടതുകൊണ്ട് ഇതിൽ ഒരാൾ മൈനസ് ആകണം, അത് -1 എന്നും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ രണ്ടും നോക്കിക്കേ, -1ഉം 2ഉം കൂടെ ഗുണിച്ചാൽ -2, പ്രൊഡക്റ്റ് ഓക്കെയാ. സം എടുത്ത് നോക്കിക്കേ, -1ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ എന്നാ കിട്ടും? 1 കിട്ടും അല്ലെ? -1 + 2 ചെയ്താൽ 1 കിട്ടും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാ? -1ഉം 2. അപ്പൊ ഈ ഇക്വേഷന്റെ ഇതിനെ, ഈ ലെഫ്റ്റ് സൈഡിനെ നമുക്ക് എങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം? x - 1 × x + 2 = 0. -1ഉം 2 ആണ് ഫാക്ടേഴ്സ്. സോ x - 1 × x + 2 = 0. That means ഇത് രണ്ടുപേരുടെ പ്രോഡക്റ്റ് 0 ആണ്. That means x - 1 = 0 or x + 2 = 0. ഇതിനകത്ത് x = 0 + 1 = 1. ഇവിടെ നിന്ന് കിട്ടും x = 0 - 2 which is equal to -2. അപ്പൊ x ന് രണ്ട് വാല്യൂ ആയല്ലോ. ഇനി സൊല്യൂഷൻ സെറ്റ് എങ്ങനെ എഴുതാം? റോസ്റ്റർ ഫോമില് 1, -2. ഇത് തന്നെയല്ലായിരുന്നു നമ്മുടെ നേരത്തെ കാണിച്ച മെത്തേഡിലും ആൻസർ വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവനോൻ എളുപ്പം ഏതാണോ അത് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ സൊല്യൂഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ 1 - 2. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാം. അടുത്തത് എക്സാമ്പിൾ 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എക്സാമ്പിൾ 2. റൈറ്റ് ദി set of all x such that x is a positive integer, x is a positive integer and x² less than 40 in roster form എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. in roster form. അപ്പൊ ഇവിടെ നമ്മളോട് എങ്ങനെയാണ്, ഇതൊരു സെറ്റ് ബിൽഡർ ഫോമിലാണ് നമ്മുടെ സെറ്റ് തന്നിരിക്കുന്നത് അല്ലെ? x such that x ഒരു പോസിറ്റീവ് ഇന്റിജർ ആകണം, അതുകൂടാതെ അതിന്റെ സ്ക്വയർ എടുത്താൽ ലെസ് ദാൻ 40 ആകണം. രണ്ട് കണ്ടീഷൻ ഉണ്ട്. പോസിറ്റീവ് ഇന്റിജറെ എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ളവരെ എങ്ങനെയും കൂടി ആകണം, അതിന്റെ സ്ക്വയർ എടുത്താൽ ലെസ് ദാൻ 40 ആകണം. അപ്പൊ ഏതൊക്കെയായി പോസിറ്റീവ് ഇന്റിജേഴ്സ്? 1, 2, 3, 4 etc. ആണ് അല്ലെ? അപ്പൊ പോസിറ്റീവ് ഇന്റിജർ ആണ് എന്ന് പറഞ്ഞാൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് നമുക്ക് എടുക്കാം? x1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം, 5 എടുക്കാം, 6 എടുക്കാം, 7 എടുക്കാം, അങ്ങനെ പോകും അല്ലെ? ഇനി എക്സ് ഇന്റിജർ ആകുകയും വേണം, അതിന്റെ സ്ക്വയർ ലെസ് ദാൻ 40 ആകണം അല്ലെ? അപ്പം ഇതിന്റെ സ്ക്വയറുകൾ ഓരോന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. x² എടുത്താൽ ഇവിടെ എല്ലാം 1ന്റെ സ്ക്വയർ 1, അത് ലെസ് ദാൻ 40 ആണ്. 2ന്റെ സ്ക്വയർ 4, അതും ലെസ് ദാൻ 40 ആണ്. 3യുടെ സ്ക്വയർ 9, ഇറ്റ് ഈസ് അഗൈൻ ലെസ് ദാൻ 40. 4ന്റെ സ്ക്വയർ 16, less than 40. Then 5² 25, 6² 36, 7² becomes 49. It is not less than 40. അപ്പോൾ 7 മുതലുള്ള എലമെന്റ്സിന്റെ സ്ക്വയർ എടുത്താൽ അത് ലെസ് ദാൻ 40 ആകുമോ? ഇല്ല അല്ലെ? അപ്പൊ പോസിറ്റീവ് ഇന്റിജർ ആവുകയും വേണം, സ്ക്വയർ എടുത്താൽ ലെസ് ദാൻ 40 ആകണമെങ്കിൽ ഏതൊക്കെ എലമെന്റ്സിനെ അത് പറ്റുള്ളൂ? 1, 2, 3, 4, 5, 6 എക്സിനാകാൻ പറ്റുള്ളൂ അല്ലെ? എക്സ് 6 വരെ ആകുമ്പോൾ അതിന്റെ സ്ക്വയറും എങ്ങനെ തന്നെയാണ്? ലെസ് ദാൻ 40 ആയിട്ടാണ് നിൽക്കുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ സെറ്റിനകത്ത് വരുന്ന എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6. സോ നമ്മുടെ സെറ്റിനെ എങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതാം? 1, 2, 3, 4, 5, 6. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സാമ്പിൾ 3 നോക്കിക്കോണം. റൈറ്റ് ദി സെറ്റ് ക്യാപിറ്റൽ A is equal to
സെറ്റ് 1, 4, 9, 16, 25, etc. in set builder form. അപ്പൊ ഇവിടെ നമുക്ക് റോസ്റ്റർ ഫോമിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിനെ എങ്ങനെ എഴുതണം? സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം അല്ലെ. അപ്പൊ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണ ഒരു എക്സ് ഉണ്ട്, കോളം കൊടുക്കണം, എന്നിട്ട് ആ എക്സ് എങ്ങനെയാണ് ആ എലമെന്റ്സിന് എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് അവിടെ എഴുതി വെക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ഈ സെറ്റിനകത്തെ എലമെന്റ്സിന് എന്തെങ്കിലും പ്രത്യേക പ്രോപ്പർട്ടി നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുമോ? ഈ എലമെന്റ്സ് എല്ലാം ഒന്ന് സൂക്ഷിച്ചു നോക്കിയേക്കാൻ. ഇത് 1, ഇത് 4, ഇത് 9, ഇത് 16. എന്തെങ്കിലും പ്രത്യേകത നമുക്ക് പറയാൻ പറ്റുമോ? ഇത് 1ന്റെ സ്ക്വയറാ അല്ലെ, ഇത് 2ന്റെ സ്ക്വയറാ, ഇത് 1 സ്ക്വയർ, ഇത് 2 സ്ക്വയർ ആണ്, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ ആണ്. എല്ലാ സ്ക്വയേഴ്സുകളുമാണ്. ആരുടെ സ്ക്വയേഴ്സാ വന്നിരിക്കുന്നത്? ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണെന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മുടെ സെറ്റിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ നമ്പേഴ്സുകളുടെ സ്ക്വയേഴ്സ് ആണ് അല്ലെ. അപ്പൊ അതിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ ക്യാപിറ്റൽ A = നമ്മൾ വേരിയബിൾ എക്സ് എഴുതി, കോളൻ കൊടുത്തു, എന്നിട്ട് ഈ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി പറയണം. എലമെന്റ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവര് സ്ക്വയേഴ്സ് ഓഫ് ദി നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഈസ് ദി സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എക്സ് ഈസ് ദി സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഇങ്ങനെ എഴുതുന്നതിന് പകരം വേറൊരു രീതിയും കൂടെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയുന്നതിന് പകരം പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും ശരിയാ അല്ലെ. ഒരാൾക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും മനസ്സിൽ തോന്നി. അങ്ങനെയാണെങ്കിൽ ആൻസർ എങ്ങനെ എഴുതാം? A = set of all x such that x is the square of positive integers എന്ന് വേണമെങ്കിലും പറയാം. എന്നാലും ഉത്തരം ശരിയാണ് അല്ലെ. പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ഇതിനെ കാണിക്കാം. ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഈ എക്സ് എല്ലാം സ്ക്വയർ ആയിട്ടായിരിക്കുന്നത്. ആരുടെ സ്ക്വയറാ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ എക്സിനെ നമുക്ക് വേണേ ഇങ്ങനെ എഴുതാം. എക്സ് = n സ്ക്വയർ. എല്ലാം സ്ക്വയർ ആണ്, അതുകൊണ്ട് n സ്ക്വയർ എന്ന് കൊടുക്കും. അപ്പൊ ഈ n ആരാ? നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ n where n എലമെന്റ് ക്യാപിറ്റൽ N. അപ്പൊ x എന്ന് പറഞ്ഞാൽ n സ്ക്വയറുകൾ പോലെയാണ് ഇരിക്കുന്നത്. അവിടെ ആ n എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നു. അപ്പൊ അതും കൂടെ അവിടെ എഴുതി വെച്ചേക്കണം. where n is an element of capital N എന്ന് പറഞ്ഞാൽ എന്നതാ? n is a natural number. അപ്പൊ പല ആൻസർ എഴുതാം. എല്ലാം കറക്റ്റ് ആണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സാമ്പിൾ 4 ആണ്. റൈറ്റ് ദി സെറ്റ് 1/2, 2/3, 3/4, 4/5, 5/6, 6/7 in set builder form എന്നാണ് പറഞ്ഞിരിക്കുന്നത്. in set builder form. അപ്പൊ ഇവിടെ നമുക്ക് ഈ സെറ്റിനകത്തെ എലമെന്റ്സിന് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഒരു സെക്കൻഡ് ആലോചിച്ചു. എന്തെങ്കിലും പ്രത്യേകത നമുക്ക് തോന്നുന്നുണ്ടോ? ഇത് 1 ആണ്. ഈ 1നേക്കാളും 1 കൂടുതലാണ് താഴെ അല്ലെ. അതെല്ലാ എലമെന്റ്സിനും അങ്ങനെ ആ പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കിയേ. 2 + 1 ആണ് 3, 3 + 1 ആണ് 4, 4 + 1 ആണ് 5. എല്ലാത്തിനും അത് കറക്റ്റ് ആണ് അല്ലെ. അതായത് ന്യൂമറേറ്ററിനേക്കാളും 1 കൂടുതലാണ് ഡിനോമിനേറ്റർ കിടക്കുന്നത് അല്ലെ. ഇനി ആ ന്യൂമറേറ്റർ എല്ലാം നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ എന്ന് നോക്കിക്കേ. അതെ അല്ലെ. അപ്പൊ
ഇപ്പൊ നാച്ചുറൽ നമ്പറിന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ n സ്ക്വയർ n നാച്ചുറൽ നമ്പർ ആണെന്ന് പറയുന്നത് പോലെ ഇവിടെ നമുക്ക് മുകളിൽ n ആണെങ്കിൽ താഴെ എന്തായിക്കോളും n+1 ആയിക്കോളും. എല്ലാ എലമെന്റ്സിനും ആ പ്രത്യേകതയുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ദി സെറ്റ് ഓഫ് ഓൾ x such that x equal to n/n+1 എന്നുള്ള ഫോമിലായിരിക്കുന്നത് അല്ലെ. ന്യൂമറേറ്ററിനേക്കാളും 1 കൂടുതലാണ് എല്ലാ ടേമിന്റെ ഡിനോമിനേറ്റർ. ഇനി ഈ മുകളിലത്തെ n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. ആ നാച്ചുറൽ നമ്പർ ഏതാണോ അതിനേക്കാളും 1 കൂടുതലാണ് താഴെ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് നമ്മൾ അടുത്തതായിട്ട് പറയണം. where n എലമെന്റ് ക്യാപിറ്റൽ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ. ഇനി ഇങ്ങനെ മാത്രം എഴുതി നമ്മൾ നിർത്തിയാൽ അതിന്റെ അർത്ഥം എല്ലാ നാച്ചുറൽ നമ്പറും വരണം എന്നാണ് അല്ലെ. പക്ഷെ ഈ മുകളില് n എല്ലാ നാച്ചുറൽ നമ്പറും വന്നോ? ഇല്ല. എവിടം വരെ ഉള്ളൂ? 1 മുതൽ 6 വരെ ഉള്ളൂ അല്ലെ. അപ്പൊ അതും കൂടെ നമുക്ക് മെൻഷൻ ചെയ്താലേ കറക്റ്റ് ആകത്തുള്ളൂ. ഇങ്ങനെ എഴുതി നമ്മൾ നിർത്തിയാൽ അതിന്റെ മീനിങ് എന്നിന്റെ വാല്യൂ 1 2 3 4 എക്സെട്ര അങ്ങ് പോയിക്കൊണ്ടേ ഇരിക്കുമെന്നാണ്. അങ്ങനെ ഇവിടെ പോകുന്നില്ല. 6 ആകുമ്പോൾ അത് സ്റ്റോപ്പ് ആണ് അല്ലെ. അപ്പൊ അതുകൂടെ നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യണം. സോ ആൻഡ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് അതായത് നമ്മുടെ ന്യൂമറേറ്റർ നാച്ചുറൽ നമ്പർ ആണ്. എവിടം തൊട്ട് എവിടം വരെയുള്ള നാച്ചുറൽ നമ്പറേ ഉള്ളൂ? 1 മുതൽ 6 വരെയുള്ള നാച്ചുറൽ നമ്പറേ അവിടെ വന്നിട്ടുള്ളൂ. 1 തൊട്ട് 6 വരെയുള്ള നാച്ചുറൽ നമ്പർ. അപ്പൊ കറക്റ്റ് ആണല്ലേ. 1 2 3 4 5 6 വരെ വരുള്ളൂ. അതിനേക്കാളും 1 കൂടുതലാണ് താഴെ വന്നിരിക്കുന്നത്. എഴുതിയത് മനസ്സിലായോ എങ്ങനെയാണെന്ന്? ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്തത് ഒരു മാച്ച് ദി ഫോളോയിങ് ആണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ ഞാനിവിടെ ജസ്റ്റ് അതൊന്ന് എഴുതാം. ആദ്യത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സൈഡിൽ നമുക്ക് കംപ്ലീറ്റ് റോസ്റ്റർ ഫോമിലായിരിക്കുന്നത് PRINCAN. സെക്കൻഡ് വൺ തന്നിരിക്കുന്നത് സെറ്റ് 0. തേർഡ് വൺ തന്നിരിക്കുന്നത് സെറ്റ് 1 2 3 6 9 18. Then fourth one is set 3 minus 3. ഇനി റൈറ്റ് സൈഡിൽ കുറെ സെറ്റ് ബിൽഡർ ഫോമിലുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ തന്നിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ and is a divisor of 18 and is a divisor of 18. Then രണ്ടാമത് തന്നിരിക്കുന്നത് set of all x such that x is an integer and x square minus 9 equal to 0. C തന്നിരിക്കുന്നത് set of all x such that x is an integer and x plus 1 equal to 1. And D set of all x such that x is a letter of the word principal. X is a letter of the word principal. Match the following ആണല്ലേ. അപ്പം ഒരു സൈഡിൽ കംപ്ലീറ്റ് റോസ്റ്റർ ഫോമും ഒരു സൈഡിൽ സെറ്റ് ബിൽഡർ ഫോമുമാണ്. അപ്പം ഈ റോസ്റ്റർ ഫോമിന്റെ കറസ്പോണ്ടിങ് സെറ്റ് ബിൽഡർ ഫോമിലേക്കായിരിക്കും മാച്ച് ആവുന്നത് അല്ലേ. ഒരെണ്ണം ഇപ്പൊ തന്നെ എല്ലാവരും പറയും അല്ലേ. ഏതാ? X is the letter of the word principal എന്ന് പറയുമ്പം മാച്ചായി അല്ലേ. PRINC പിന്നെ AL. അപ്പൊ അവിടെ കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞത് P 2 പ്രാവശ്യം ഉണ്ടെങ്കിലും 1 പ്രാവശ്യം എഴുതിയാൽ മതി. അതുപോലെ തന്നെ
ഐ 2 പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒന്നേ എഴുതിയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് വണ്ണും ഡിയും കൂടെ മാച്ചായി. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് വണ്ണും ഡിയും കൂടെ മാച്ചായിട്ടുണ്ട്. ഇത് മാച്ചായി. ഇനി നോക്കിക്കേ അടുത്തത്. പിന്നെ ഇവിടെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഇത് കണ്ടോ. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് x is a positive integer and is a divisor of 18. x പോസിറ്റീവ് ഇന്റിജർ ആയിരിക്കുകയും വേണം, ഡിവൈസർ ഓഫ് 18 എന്ന് പറഞ്ഞാൽ 18ന്റെ ഫാക്ടേഴ്സ് അല്ലെ. അങ്ങനെയുള്ള അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ? ഇത് അല്ലെ. 1 കൊണ്ട് 18നെ ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 കൊണ്ട് ചെയ്യാം, 9 കൊണ്ട് ചെയ്യാം, 18 കൊണ്ട് ചെയ്യാം. അപ്പൊ 18ന്റെ ഫാക്ടേഴ്സ് ആണ് ഈ തന്നിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ എക്സ് പോസിറ്റീവ് ഇന്റിജർ ആൻഡ് ഡിവൈസർ ഓഫ് 18 എന്ന് പറയുമ്പോൾ ഇതും കൂടെ മാച്ചായി. അപ്പൊ തേർഡ് വണ്ണും എയും കൂടെ മാച്ചായിട്ടുണ്ട്. ഇനി നമുക്ക് മിച്ചം വരുന്നത് 2 പേരാ, ബിയും സിയും. അപ്പൊ ഞാൻ ഈ ബിയിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ. ബി എന്നാ പറഞ്ഞേക്കുന്നത്? എക്സ് ഒരു ഇന്റിജറും ആയിരിക്കണം, x² - 9 സീറോയും ആകണം എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ x² - 9 = 0 അതൊന്ന് സോൾവ് ചെയ്താൽ എന്നാ കിട്ടുമായിരിക്കും? x² - 9 = 0 എന്ന് പറഞ്ഞാൽ x² എന്നാ എഴുതാം? 9 എഴുതാം. അപ്പൊ x കാണാൻ √9 എടുത്താൽ മതി അല്ലെ. അത് +3 ആകാം, -3 ആകാം. ശരിയല്ലേ? +3യുടെ സ്ക്വയർ എടുത്താലും 9 ആണ്, -3യുടെ സ്ക്വയർ എടുത്താലും 9 ആണ്. അപ്പൊ x² - 9 0 ആണെന്ന് പറഞ്ഞാൽ x² 9 ആകും. x √9 എടുക്കുമ്പോൾ +or-3 കിട്ടും അല്ലെ. അപ്പൊ എക്സ് ഏത് ഇന്റിജറിനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആകാം അല്ലെ. അപ്പൊ എക്സിന് 2 വാല്യൂസും പോസിബിൾ ആണ്. ഏതൊക്കെയുണ്ട്? +3 ഉണ്ട്, -3 ഉണ്ട്. അപ്പൊ ഇതല്ലേ നോക്കിയേ, +3 ഉണ്ട്, -3 ഉണ്ട്. സോ ഫോർത്ത് വണ്ണും ബിയും കൂടെ മാച്ചായി. അപ്പൊ ഇനി മാച്ചാവാതെ ഉള്ളത് 2ഉം സിയും ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങോട്ട് വരയ്ക്കും അല്ലെ. അത് രണ്ടും കൂടെ മാച്ചാന്ന് പറയും. ഇനി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. അങ്ങനെ ചുമ്മാ നമ്മൾ കണ്ണും കൂട്ടി വരയ്ക്കണ്ട, ശരിയാണോ നോക്കണ്ടേ. അപ്പൊ ഇവിടെ എന്നാ പറഞ്ഞേക്കുന്നത്? എക്സ് ഈസ് ആൻ ഇന്റിജർ ആൻഡ് x + 1 = 1 എന്ന അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കുന്ന x + 1 = 1. അപ്പൊ എക്സ് എന്നാ എഴുതാം? ഈ 1 അപ്പുറം കൊണ്ടുപോകുമ്പോൾ 1 - 1 = 0. അപ്പൊ എക്സിന്റെ വാല്യൂ 0 അത് റോസ്റ്റർ ഫോമിൽ എഴുതിയേക്കുന്നതാണ് ഇത് കണ്ടോ. അപ്പൊ അതും കൂടെ മാച്ചാവുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാ മാച്ചായ? ഫസ്റ്റ് വണ്ണും ഡിയും, സെക്കൻഡ് വണ്ണും സിയും, തേർഡ് വണ്ണും എയും, ഫോർത്ത് വണ്ണും ബിയും കണ്ടുപിടിച്ചത് കണ്ടോ. അപ്പൊ മാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സെറ്റ് ബിൽഡർ ഫോമിൽ ഇതുപോലെ ഇക്വേഷൻ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് സോൾവ് ചെയ്ത് നോക്കിക്കോണം. അപ്പൊ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ അത് വരുന്ന സെറ്റുകൾ ഇപ്പറേ ഉണ്ടാവും, അതായിരിക്കും അതിന് മാച്ചായിട്ട് വരുന്നത്. അപ്പൊ വീണ്ടും ഇപ്പൊ നമ്മൾ വർക്കൗട്ട് എക്സാമ്പിൾസേ കണ്ടുള്ളൂ. ഇനി നമ്മുടെ എക്സസൈസിൽ ഇതുപോലത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. റോസ്റ്റർ ഫോമിലാക്കാനും സെറ്റ് ബിൽഡർ ഫോമിലാക്കാനും എല്ലാം ഉണ്ട്, മാച്ച് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ആ പ്രോബ്ലംസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.